ബഹിരാകാശത്തൊരു സൗരോർജ നിലയം. സൂര്യരശ്മികളെ അണകെട്ടിപ്പിടിക്കാൻ ബഹിരാകാശത്തൊരു അണക്കെട്ട്. ഇങ്ങനെ ശേഖരിച്ച സൗരോർജം വൈദ്യുത കാന്തിക തരംഗങ്ങളായ മൈക്രോവേവുകളാക്കി ഭൂമിയിലെത്തിച്ച് മനുഷ്യൻ്റെ അനന്തമായ ആവശ്യങ്ങളിലേക്ക് പ്രസരിപ്പിക്കുക. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുമെങ്കിലും അത്ഭുതപ്പെടേണ്ടതില്ലെന്നാണ് ചൈന പറയുന്നത്. വിദൂരമല്ലാത്ത ഭാവിയിൽ അതും സാധ്യമാകാൻ പോകുന്നെന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്ന് ചൈനീസ് ശാസ്ത്രജ്ഞർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ 1 കിലോമീറ്റർ വീതിയിലാണ് ഈ സൗരോർജ നിലയം സ്ഥാപിക്കാൻ പോകുന്നത്. ഒരു കൂട്ടം വലിയ സൗരോർജ പാനലുകൾ ബഹിരാകാശത്ത് വിന്യസിച്ചാണ് ഈ സൗരോർജ നിലയം യാഥാർത്ഥ്യമാക്കുക. ഭൂമിക്ക് മുകളിലുള്ള മറ്റൊരു 3 ഗോർജസ് ഡാം പദ്ധതി എന്നാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയം സ്ഥാപിച്ചിരിക്കുന്ന ചൈനയിലെ യാങ്സി നദിയിലെ അണക്കെട്ടാണ് 3 ഗോർജസ് ഡാം. 22,500 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് ഇതിന്. അത്ര തന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള സൗരോർജ നിലയം ബഹിരാകാശത്തും സ്ഥാപിക്കുകയാണ് ചൈന പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സൗരോർജം ഇടതടവില്ലാതെ ലഭ്യമാകുമെന്നതിനാൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ യാതൊരു തടസ്സവും നേരിടില്ലെന്നാണ് ബഹിരാകാശത്ത് സൗരോർജ പദ്ധതി കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം. രാവും പകലും വ്യത്യാസമില്ലാതെ സൗരോർജം ശേഖരിക്കാനും കാലാവസ്ഥാ വ്യതിയാനം, മേഘപാളികൾ തുടങ്ങിയവ മൂലം സൗരോർജ ലഭ്യതയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവയിൽ നിന്നെല്ലാം മുക്തമായിരിക്കാനും ബഹിരാകാശ സൗരോർജ നിലയത്തിന് സാധ്യമാവുമെന്നത് പദ്ധതിയെ വ്യത്യസ്തമാക്കുന്നു. അന്തരീക്ഷത്തിലെയും മേഘങ്ങളിലെയും ഈർപ്പം ഊർജത്തിന്റെ ഭൂരിഭാഗവും ആഗിരണം ചെയ്യുന്നു എന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതിജയിക്കാനും പദ്ധതിയിലൂടെ സാധിക്കും. ഈ സൗരോർജ നിലയത്തിൽ നിന്ന് ഒരു വർഷത്തിനുള്ളിൽ ശേഖരിക്കുന്ന ഊർജം ഭൂമിയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ആകെ എണ്ണയുടെ അളവിന് തുല്യമായിരിക്കും എന്നാണ് പദ്ധതിയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാളും ചൈനീസ് ബഹിരാകാശ ശാസ്ത്രജ്ഞനുമായ ലോങ് ലെഹാവോ പറയുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. 3 ഗോർജസ് അണക്കെട്ടിനെ ഭൂമിയിൽ നിന്ന് 36,000 കിലോമീറ്റർ 22,370 മൈൽ ഉയരത്തിലുള്ള ഭൂസ്ഥിര പരിക്രമണ പഥത്തിലേക്ക് മാറ്റുന്നത് പോലെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഇത്. പ്രതീക്ഷിക്കാൻ കഴിയുന്ന അവിശ്വസനീയമായ പദ്ധതിയാണിത്. ചൈനയുടെ ലോങ് മാർച്ച് എക്സ്പെൻഡബിൾ ലോഞ്ച് സിസ്റ്റം റോക്കറ്റുകളുടെ ചീഫ് ഡിസൈനറും ചൈനീസ് ചാന്ദ്ര പര്യവേക്ഷണ പദ്ധതിയുടെ ഡെപ്യൂട്ടി ചീഫ് ഡിസൈനറുമാണ് ലോങ് ലെഹാവോ. ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷൻ നടത്തുന്ന വിക്ഷേപണ റോക്കറ്റുകളുടെ പരമ്പരയാണ് ലോങ് മാർച്ച് റോക്കറ്റുകൾ എന്നറിയപ്പെടുന്നത്. ചൈനീസ് ആഭ്യന്തര യുദ്ധകാലത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ 10,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ചരിത്രപരമായ മാർച്ചിന്റെ ഓർമ്മക്കാണ് ഇതിന് ലോങ് മാർച്ച് എന്ന പേര് നൽകിയിരിക്കുന്നത്. ഒരു കൂട്ടം സൗരോർജ പാനലുകൾ റോക്കറ്റുകളുടെ സഹായത്തോടെ ബഹിരാകാശത്തെത്തിക്കുകയാണ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം. ബഹിരാകാശത്ത് വെച്ച് സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജം തുടർച്ചയായി ശേഖരിക്കുകയും പ്രക്ഷേപണം ചെയ്യുകയും ചെയ്യുന്ന നിരവധി ബഹിരാകാശ അധിഷ്ഠിത സോളാർ പവർ, അതായത് SBSP സാങ്കേതിക വിദ്യകൾ ശാസ്ത്രജ്ഞർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഭൂമിയുടെ ഉപരിതലത്തേക്കാൾ 10 മടങ്ങ് കൂടുതൽ തീവ്രതയുള്ള ബഹിരാകാശത്ത് പദ്ധതി പ്രാവർത്തികമാക്കൽ വലിയ വെല്ലുവിളി തന്നെയാണ്. ഇത്തരത്തിൽ ബഹിരാകാശത്ത് ഭീമൻ സൗരോർജ നിലയം സ്ഥാപിക്കണമെങ്കിൽ നിരവധി സൗരോർജ പാനലുകളുടെ നീണ്ട നിര തന്നെ അവിടെ സ്ഥാപിക്കേണ്ടി വരും. റോക്കറ്റുകൾ വഴി ഈ പാനലുകൾ അവിടെ എത്തിക്കാൻ ഒട്ടനവധി വിക്ഷേപണങ്ങളും നടത്തിയേ മതിയാകൂ. ഈ പ്രശ്നം പരിഹരിക്കാൻ ലോങ്ങും സംഘവും ലോങ് മാർച്ച് 9 എന്ന പുതിയ പുനരുപയോഗിക്കാവുന്ന ഹെവി ലിഫ്റ്റ് റോക്കറ്റ് വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണിപ്പോൾ. പദ്ധതിയുടെ വിക്ഷേപണ വാഹനമായി വിശേഷിപ്പിക്കപ്പെടുന്ന ഇതിന് കുറഞ്ഞത് 150 ടൺ, അതായത് 132 മെട്രിക് ടൺ വഹിക്കാനുള്ള ശേഷി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ റോക്കറ്റുകൾ വികസിപ്പിക്കുന്നതും ഈ മേഖലയിലെ ചൈനയുടെ വലിയ കുതിച്ചുചാട്ടമായിരിക്കും. 130 ടൺ ശേഷിയുള്ള നാസയുടെ സാറ്റേൺ V സ്പേസ് ലോഞ്ച് സിസ്റ്റം ഹെവി ലിഫ്റ്റ് റോക്കറ്റുകളെ മറികടന്ന് താഴ്ന്ന ഭ്രമണപഥത്തിലേക്ക് 150 ടൺ വരെ വഹിക്കാൻ കഴിയുമെന്നാണ് CZ-9 പ്രത്യേകത. നിലവിൽ ചൈന ഉപയോഗിക്കുന്ന CZ-5 ഏകദേശം 50 മീറ്റർ ഉയരമാണുള്ളത്. CZ-9 110 മീറ്ററിലെത്തും. റോക്കറ്റിന്റെ പ്രധാന ഉപയോഗം ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള സൗരോർജ നിലയങ്ങളുടെ നിർമ്മാണമായിരിക്കും, ലോങ് പറഞ്ഞു. ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള സൗരോർജ നിലയങ്ങൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സൂര്യനിൽ നിന്ന് ഊർജം ശേഖരിച്ച് ഭൂമിയിലേക്ക് അയക്കുന്ന പദ്ധതിയെ അന്താരാഷ്ട്ര തലത്തിൽ ഊർജ മേഖലയുടെ മാൻഹട്ടൻ പദ്ധതി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 2ാം ലോക മഹായുദ്ധ സമയത്തെ ആദ്യ ആറ്റം ബോംബ് നിർമ്മാണ പദ്ധതിക്ക് നൽകിയ പേരാണ് മാൻഹട്ടൻ പ്രൊജക്ട്. US നേതൃത്വം നൽകിയ ഈ പ്രൊജക്റ്റിൽ UK-യിലെയും കാനഡയിലെയും ശാസ്ത്രജ്ഞർ പങ്കാളികളായിരുന്നു. ആറ്റം ബോംബ് മനുഷ്യ വിനാശത്തിലേക്ക് നയിച്ചെങ്കിലും ആണവോർജം ഉപയോഗിച്ച് വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ മനുഷ്യന് സാധ്യമായി. അതുകൊണ്ട് തന്നെ ഇതിന് സമാനമായ പേരാണ് പുതിയ കുതിച്ചുചാട്ടത്തിനും ലോകം നൽകിയിരിക്കുന്നത്.
കുറഞ്ഞ ചെലവിൽ കാര്യക്ഷമമായ രീതിയിൽ സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾ സമീപകാലത്ത് ഏറെ നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും രാത്രിയിൽ സൂര്യപ്രകാശം ലഭിക്കില്ലെന്നതും ഇടയ്ക്കിടെ അന്തരീക്ഷം മേഘാവൃതമായി മാറുന്നതുൾപ്പെടെയുള്ള പ്രതിസന്ധികളും ഈ പദ്ധതികളുടെ ഗുണം വേണ്ടത്ര ലഭിക്കാതിരിക്കുന്നതിന് കാരണമായിരുന്നു. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ പദ്ധതിയിലൂടെ സാധ്യമാവുമെന്നാണ് പ്രതീക്ഷ. ഈ ഭീമാകാരമായ സൗരോർജ്ജ ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നതിനുള്ള സൗരോർജ്ജ പാനലുകൾ രാജ്യത്തിന്റെ പുതിയ ഹെവി ലിഫ്റ്റ് റോക്കറ്റുകൾ ഉപയോഗിച്ച് ഭ്രമണപഥത്തിലേക്ക് ഓരോന്നായി ഉയർത്തും. 1 കിലോമീറ്റർ വീതിയിലാണ് ബഹിരാകാശത്ത് ഒരു വലിയ സോളാർ പവർ സ്റ്റേഷൻ നിർമ്മിക്കുക. ഇതിലൂടെ നിർമ്മിക്കുന്ന ഊർജ്ജം മൈക്രോവേവ് വഴി ഭൂമിയിലേക്ക് തുടർച്ചയായി തിരികെ എത്തിക്കും. ഭൂമിക്ക് മുകളിലുള്ള സ്ഥാനം കാരണം ഭൂമിയിലെ സോളാർ പാനലുകളേക്കാൾ 10 ഇരട്ടി കൂടുതൽ കാര്യക്ഷമതയോടെ സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ ഇതിനാകും. കൂടാതെ ഇത് എല്ലാ ദിവസവും ഓരോ സെക്കൻഡിലും സൂര്യപ്രകാശം ശേഖരിക്കും. ഇന്ന് സൗരോർജ്ജത്തെ ബാധിക്കുന്ന ഇടയ്ക്കിടെയുള്ള പ്രശ്നങ്ങൾ മുഴുവനും ഇല്ലാതാക്കും, ലോഗ് പറഞ്ഞു. അമേരിക്കക്കും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിക്കും ജപ്പാനിലെ ജാക്സ ബഹിരാകാശ ഏജൻസിക്കുമെല്ലാം ഇത്തരത്തിലുള്ള പദ്ധതി വികസിപ്പിക്കാൻ ആലോചനയുണ്ട്.